കഥയെ ആരംഭിക്കുന്നത് CIA ഏജന്റായ ജെജെയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജെ തന്റെ ഒഴിവു സമയത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ VIP-കൾക്കൊക്കെ ബോഡി ഗാർഡായും ഡ്യൂട്ടി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അയാൾ റയാൻ എന്നു പേരുള്ള ഒരു അപ്കമിംഗ് സിംഗറിന് ബോഡി ഗാർഡായി വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വിമാനത്തിൽ വെച്ച് ഒരു അസാസിൻ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ശക്തമായ പോരാട്ടം നടക്കുന്നു. ഇതിനിടയിൽ റയാന്റെ പുറത്ത് കത്തികൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ആകാശത്തൂടെ സ്കൈ ഡൈവ് ചെയ്ത് ഒരു പെൺകുട്ടി പറന്നെത്തുന്നത്. സോഫി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. സോഫി ആ വിമാനത്തിന്റെ ഒരു വശം ബോംബ് വെച്ച് തകർത്തു. അതോടെ റയാനും ജെജെയും അസാസിനും അതുവഴി പുറത്തേക്ക് ചാടി. പിന്നാലെ സോഫി ജെജെയെയും റയാനെയും രക്ഷപ്പെടുത്തി. ജെജെയുടെ വളർത്തുമകളായതുകൊണ്ട് തന്നെ സോഫി ജെജെയോട് റയാനൊപ്പം താൻ സ്കൂൾ ഡാൻസിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ നിനക്ക് ട്രെയിനിങ് ഉണ്ട് എന്നായിരുന്നു ജെജെയുടെ മറുപടി. സോഫി ഒട്ടും മടിച്ചില്ല. ജെജെയെ നേരെ താഴേക്കിട്ടു. പിന്നാലെ റയാനുമായി പറക്കാൻ തുടങ്ങി. റയാനടുക്കൽ അവൾ ചോദിച്ചു, നീ എന്റെ ഒപ്പം സ്കൂൾ ഡാൻസിന് വരുമോ? പക്ഷേ മറ്റൊരു പെൺകുട്ടിയുടെ ഒപ്പമാണ് താൻ പോകുന്നത് എന്നായിരുന്നു റയാൻ പറഞ്ഞത്. ഉടൻ റയാനെയും അവൾ താഴേക്കിട്ടു. ആ നിമിഷം ഞെട്ടലോടെ അവൾ ഉറക്കത്തിൽ നിന്നുണരുകയാണ്. അത്ര നേരം നടന്നതത്രയും വെറും സ്വപ്നം മാത്രമായിരുന്നു. സോഫി എഴുന്നേറ്റ് വരുമ്പോ ജെ കുക്കിങ്ങിലാണ്. സോഫിയുടെ സ്റ്റെപ്പ് ഫാദറായ ജെ അവളുടെ അമ്മ കേറ്റിനെ വിവാഹം കഴിച്ച ശേഷമായിരുന്നു അവരുടെ ലൈഫിലേക്ക് എത്തിയത്. പക്ഷേ ജെയുടെ എപ്പോഴുമുള്ള നിരീക്ഷണവും ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്സും ഒന്നും സോഫിയക്ക് അത്ര ഇഷ്ടമല്ല. എന്നിരുന്നാലും ജെയെ സ്വന്തം അച്ഛനെ പോലെ തന്നെ സോഫി നോക്കിക്കണ്ടിരുന്നു. പ്രശ്നങ്ങളൊക്കെ കേറ്റുമായി ഡിസ്കസ് ചെയ്തപ്പോ കേറ്റ് പറഞ്ഞു, അവളിപ്പോ ഒരു ടീനേജറായി, നിങ്ങള് അവൾക്ക് കുറച്ച് സ്പേസ് കൊടുക്ക്. ജെയുടെ ഈ വിഷമാവസ്ഥ അവന്റെ ജോലിയിലും ബാധിച്ചിരുന്നു. CIA ഓഫീസിലേക്ക് എത്തുമ്പോ അനലിസ്റ്റായ ബോബിയും മറ്റൊരു ഏജന്റായ കൊനലിയും അതൊക്കെ നോക്കിക്കണ്ടിരുന്നു. എന്നിരുന്നാലും അന്ന് തന്റെ ജോലിയിൽ ജെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ക്രിസ്റ്റീന എന്ന് പറയുന്ന അവരുടെ ഒരു ഏജന്റ് അന്നൊരു മിഷനിലാണ്. അത് ജെ സൂപ്പർവൈസ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു റഷ്യൻ ബേസിലേക്ക് കടന്നു കയറിയ അവൾ അവിടെ നിന്ന് ഒരുപാട് വിവരങ്ങൾ അടങ്ങിയ ഒരു ഹാർഡ് ഡ്രൈവ് മോഷ്ടിച്ചു. ലോകത്തിലുടനീളമുള്ള ഇല്ലീഗൽ ആയുധങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും അതിന്റെ കോഡുകളുമൊക്കെയായിരുന്നു ആ ഹാർഡ് ഡ്രൈവിലുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ ഒരു ഓസ്ട്രേലിയക്കാരൻ മേഴ്സണറി ക്രെയിൻ എന്നു പേരുള്ള അസാസിന്റെ അടുത്തേക്ക് ആ വിവരങ്ങൾ എത്തി. വേഗത്തിൽ വേണ്ട ജോലിയിലേക്ക് ഇറങ്ങാൻ ക്രെയിൻ ഉത്തരവ് ലഭിച്ചിരുന്നു. വർക്കിനിടയിൽ CIA ഡയറക്ടർ ജെയെ വിളിപ്പിച്ചു. ഡേവിഡ് കിം എന്നായിരുന്നു അയാളുടെ പേര്. ഡേവിഡ് ജെയോട് സംസാരിച്ചു. ശീതയുദ്ധത്തിന്റെ അവസാന കാലത്ത് 100ഓളം വരുന്ന ആണവായുധങ്ങൾ KGB പലയിടത്തായി ഇട്ടിരുന്നു. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ക്രിസ്റ്റീനയുടെ പക്കലുള്ളത്. ആ ആയുധങ്ങൾ കണ്ടെത്തി നിർവീര്യമാക്കണം. ജെ അതിനുവേണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങണം. ഡേവിഡ് പറഞ്ഞെങ്കിലും ജെ അതിന് പറ്റില്ലെന്ന് പറഞ്ഞു. നിലവിൽ കുടുംബപരമായ കാര്യങ്ങൾ നോക്കി ഡെസ്ക് ജോബ്സും ചെയ്തു ജീവിക്കുകയാണ് ജെ. കുറച്ച് ഡിസപ്പോയിന്റഡ് ആണെങ്കിലും അവന്റെ ആ തീരുമാനത്തെ അവന്റെ ബോസ് ഡേവിഡ് റെസ്പെക്ട് ചെയ്തു. ഇതേസമയം മറുവശത്ത് സ്കൂളിലാകട്ടെ സോഫി റയാന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ വിചാരിച്ച പോലെ അതൊന്നും സാധ്യമാവുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചു. പിന്നാലെ അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കോളിനടുത്തെത്തി. കോളിനും അവളും സംസാരിച്ചു. കോളിൻ അവളോട് റയാനെ സ്കൂൾ ഡാൻസിൽ നിന്റെ പാർട്ട്ണറായി ക്ഷണിക്കാൻ പറഞ്ഞു. പിന്നാലെ സോഫി അവിടെ നിന്ന് നടന്നുപോയി. ആ സമയത്ത് കോളിൻ വല്ലാത്തൊരു ഭാവത്തോടെ അവിടെ അങ്ങനെ നിന്നു. കോളിൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അവളോട് പറയാൻ അവന് ധൈര്യമില്ല. ദ ക്ലാസിക് ലവ് സ്റ്റോറി. ഇതേസമയം മറുവശത്ത് ക്രിസ്റ്റീന താമസിക്കുന്നിടത്തേക്ക് അസാസിനായ ക്രെയിൻ എത്തിച്ചേർന്നിരുന്നു. തോക്ക് ചൂണ്ടി ക്രിസ്റ്റീനയ്ക്കടുത്ത് ഹാർഡ് ഡ്രൈവ് അയാൾ ആവശ്യപ്പെട്ടു. ക്രിസ്റ്റീന അത് കൊടുക്കാൻ തയ്യാറായെങ്കിലും ക്രെയിൻ ക്രിസ്റ്റീനയെ കൊന്നുകളഞ്ഞു. മറുവശത്ത് സോഫി എന്ന തന്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിലാണ്. ജെ അത് സൂപ്പർവൈസ് ചെയ്യുന്നുമുണ്ട്. അവൾക്ക് ഭാവിയിൽ ഒരു CIA ഉദ്യോഗസ്ഥനാകണം, ഏജന്റ് ആവണം എന്നാണ് താല്പര്യം. അന്ന് ജെയ്ക്കൊപ്പം സോഫി ജിമ്മിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൾക്കൊരു മെസ്സേജ് കിട്ടി. അവരുടെ കൊയർ ഗ്രൂപ്പ് ടോപ്പ് 5ലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും അവർക്ക് ഒരു വേൾഡ് ടൂർ നടത്താൻ പറ്റും എന്നുമായിരുന്നു അവൾ അറിയിച്ചത്. ആദ്യഘട്ടം ഇറ്റലിയിലാണ്. വിവരം അറിഞ്ഞതും ജെ മുന്നിട്ട് വന്നു. ഇറ്റലിയിലേക്ക് പോകുന്ന കൊയർ ഗ്രൂപ്പിന് കുട്ടികളെ നീക്കാൻ വേണ്ടി ഒരു ലീഡർ വേണം, ഒരു നേതാവ്. ആ സ്ഥാനം അയാൾ ഏറ്റെടുത്തു. തനിക്കിപ്പോ ഒരു മിഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. അന്ന് കൊയർ ഗ്രൂപ്പിന്റെ പരിപാടിക്കായി പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് ജെ ഉത്തരവാദിത്തത്തോടെ ഒരു ക്ലാസ് എടുത്തു. പക്ഷേ കുട്ടികൾ അതൊക്കെ കളിയാക്കുകയായിരുന്നു ചെയ്തത്. കോളിനെ യാത്രയാക്കാൻ CIA ഡയറക്ടർ ഡേവിഡും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കോളിന്റെ അച്ഛനാണ് ഡേവിഡ്. കോളിൻ ധരിച്ചിരിക്കുന്നത് ഡേവിഡ് ഒരു നഴ്സാണെന്നായിരുന്നു. വൈകാതെ അവർ യാത്ര ചെയ്ത് ഇറ്റലിയിലെത്തി. അവിടെയും ഒരു ടൂർ ഗൈഡിന്റെയും എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കുട്ടികളെ ജെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുട്ടികളാരും ജെയെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്നൊരു ബോട്ടിൽ വെച്ചാണ് തന്റെ മകൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ജെ കൊടുക്കുന്നത്.
അതൊരു സെൽഫോൺ ആയിരുന്നു. പക്ഷേ അതൊരു സാധാരണ സെൽഫോൺ അല്ല, അതിൽ ട്രാക്കർ അടക്കം മറ്റു പല സംഭവങ്ങളുമുണ്ട്. അന്ന് രാത്രിയിൽ ജെ ജെ കുട്ടികളുടെ വലിയ മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ടത് എല്ലാ കുട്ടികളും ഒന്നിച്ച് അവിടെ പാർട്ടി നടത്തുന്നതായിരുന്നു. മദ്യവും മറ്റു പരിപാടികളും ഒക്കെയുണ്ട്. തൊട്ടുപുറകെയായിരുന്നു പ്രിൻസിപ്പൽ നാൻസി അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ വാതിൽ തുറന്ന് അവർ കണ്ടത് ജെ ജെയുടെ നേതൃത്വത്തിൽ കുട്ടികളൊന്നടക്കം പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു. നാൻസിയുടെ വരവ് മുൻകൂട്ടി കണ്ട ജെ ജെ കുട്ടികളെ സംരക്ഷിക്കുകയായിരുന്നു. പിന്നാലെ കുട്ടികളെ അവരവരുടെ റൂമിലേക്ക് പിരിച്ചുവിട്ടു. ജെ ജെയും സോഫിയും മുറിയിലെത്തി. സോഫി ജെ ജെയെ കുറ്റപ്പെടുത്തി താൻ റയാനെ കിസ് ചെയ്യുന്ന അടുത്ത വരെ എത്തിയതായിരുന്നു. അപ്പോഴ അച്ഛൻ വന്നൊക്കെ നശിപ്പിച്ചത്. ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസം കുട്ടികളുടെ ആദ്യത്തെ കൊയർ പെർഫോമൻസ് നടന്നു. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു അത്. അടുത്തതായി അവർക്ക് അവിടെ നിന്ന് ഫ്ലോറൻസിലേക്ക് പോകണം. അന്ന് റയാനും കോലിയും സോഫിയും സംസാരിച്ചു. സോഫി റയാനോട് പുറത്ത് നമുക്ക് പാർട്ടിക്ക് പോവാം എന്ന തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. മൂവരും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നടക്കുമ്പോൾ ഒരാൾ അവരെ വാച്ച് ചെയ്യുന്ന കാര്യം അവർ അറിഞ്ഞിരുന്നേയില്ല. അത് അസാസിനായ ക്രാനായിരുന്നു. യാത്രയിലാകട്ടെ റയാനും സോഫിയും ഫുൾ ടൈം ചാറ്റിംഗ് ആണ്. ജെ ജെ ആണെങ്കിൽ അതൊക്കെ കണ്ട് അസ്വസ്ഥമാകുന്നുണ്ട്. പാവം കോളിനാണെങ്കിൽ ആകെ ഒരു വിഷമാവസ്ഥയിലും. അന്ന് രാത്രി തങ്ങിയ ഹോട്ടലിൽ നിന്നും പാർട്ടിക്ക് പോവാൻ പുറത്തു ചാടാൻ അവർ തീരുമാനിച്ചു. ജെ ജെയുടെ തടസ്സങ്ങളെ മറികടന്ന് സുരക്ഷിതമായി പുറത്തു ചാടി എന്നാണ് അവർ കരുതിയത്. പക്ഷെ നോക്കുമ്പോൾ അതാ ജെ ജെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പക്ഷേ ജെ ജെ നോക്കിയപ്പോ സോഫി അടക്കം വല്ലാതെ നിരാശയായി കണ്ടു. അതോടെ കുട്ടികൾക്ക് കുറച്ചു സമയം സിറ്റി എൻജോയ് ചെയ്യാൻ സമയം ജെ ജെ അനുവദിച്ചു. കുറച്ചു ദൂരം മുൻപിലേക്ക് പോയപ്പോ സോഫി തനിക്ക് റയാന്റെ ഒപ്പം തനിച്ചു പോകണമെന്നും കോളിനോട് തിരികെ പൊക്കോളാനും പറഞ്ഞു. കോളിനാകട്ടെ പതിയെ മറന്നു നിന്ന് അവരെ പിന്തുടർന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഒന്ന് സംഭവിച്ചത്. ഒരു വാൻ വന്ന് അതിൽ കോളിനെ അവർ കടത്തിക്കൊണ്ടുപോയി. തന്റെ കൺകോണിലൂടെ സോഫി അത് നോക്കിക്കണ്ടിരുന്നു. സോഫി വേഗം പുറത്തേക്ക് വന്ന് ഒരു സൈക്കിൾ എടുത്ത് വാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ജെ ജെയും അത് നോക്കിക്കണ്ട ജെ ജെയും അങ്ങോട്ടേക്ക് പിന്തുടർന്നു പോവാൻ ആരംഭിച്ചു. പക്ഷേ വാൻ പിന്തുടർന്ന സോഫി ഒരു അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. സോഫിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പേ ജെ ജെ എത്തി അവളെ സംരക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കോളിനെ തട്ടിക്കൊണ്ടുപോയ വാൻ അവരുടെ മുമ്പിൽ നിന്നും മറന്നുപോയി കഴിഞ്ഞിരുന്നു. വൈകാതെ കോളിന്റെ അച്ഛൻ ഡേവിഡിനെ തേടി തട്ടിക്കൊണ്ടുപോയവരുടെ ഭീഷണി സന്ദേശം എത്തി. നിങ്ങൾ എത്രയും വേഗം റോമിലേക്ക് വരണം, ഇല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതേ സമയം മറുവശത്ത് വാൻ പിന്തുടർന്നിരുന്ന സോഫി അതിന്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ഫോട്ടോ സൂം ചെയ്തപ്പോ അതിന്റെ കാർ മിററിൽ ഒരു മുഖം ജെ ജെ വ്യക്തമായി കണ്ടു. ക്രെയിനിന്റെ മുഖം. ക്രെയിൻ ആരെന്ന് ജെ ജെക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. മുമ്പ് ക്രെയിനുമായുള്ള ഒരു അനുഭവവും ജെ ജെക്കുണ്ട്. അന്ന് ആ ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടത് ആകെ ജെ ജെ മാത്രമായിരുന്നു. അടുത്ത ദിവസം ഡേവിഡ് റോമിലെത്തി. കിഡ്നാപ്പേഴ്സ് പറഞ്ഞ പ്രവൃത്തികൾ അയാൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഹിഡൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിരുന്നു ഡേവിഡിനോട് ആവശ്യപ്പെട്ടത്. അയാൾ അതെടുത്തു. പിന്നാലെ ജെ ജെയും ഡേവിഡും സോഫിയും ഒന്നിച്ച് മീറ്റ് ചെയ്തു. ഡേവിഡ് വലിയ ദേഷ്യത്തിലായിരുന്നു. ജെ ജെയെ വിശ്വസിച്ചാണ് തന്റെ മകനെ അയച്ചതെന്നും ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും അയാൾ പറഞ്ഞു. ആ സമയം അവരുടെ വണ്ടി ഓടിച്ചിരുന്ന ഏജന്റ് ബോബിയാകട്ടെ പഴയ ജെ ജെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു തെറ്റ് സംഭവിക്കുകയില്ലായിരുന്നു എന്ന മട്ടിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. വൈകാതെ കിഡ്നാപ്പേഴ്സ് അവിടെ വെച്ചിരുന്ന പെട്ടി തുറന്നവർ പരിശോധിച്ചു. അതിനകത്തൊരു സെൽഫോൺ ആയിരുന്നു, ഒപ്പം ഒരു ഓഡിയോ ക്ലിപ്പും. കിഡ്നാപ്പേഴ്സിന് വേണ്ടത് ലോകമൊട്ടുക്കും പരന്നു കിടക്കുന്ന ആ ആണവായുധങ്ങൾ ഉണ്ടല്ലോ, അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കോഡുകളാണ്. അതുള്ളതാകട്ടെ നാറ്റോയുടെ കൈവശവും. അത് ഡേവിഡ് കണ്ടെത്തി അവർക്ക് എത്തിക്കണം. എന്നാലേ മകനെ വിട്ടുകിട്ടുകയുള്ളൂ. എങ്ങനെ അതെടുക്കും എന്നത് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ ഹൈ റാങ്കിംഗ് ഒഫീഷ്യലായ ഡേവിഡിന് നാറ്റോക്കകത്തേക്ക് പ്രവേശനമുണ്ട്. ഡേവിഡും സോഫിയും ജെ ജെയും അങ്ങനെ അകത്തെത്തി. ബേസിലെത്തിയ ജെ ജെയും ഡേവിഡും സോൾജേഴ്സിനെയും മറ്റു ലീഡേഴ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്തപ്പോ ഈ തക്കത്തിൽ സോഫിയും അനലിസ്റ്റായ ബോബിയും അകത്തു കടന്നു. സെർവർ റൂമിൽ കടന്നു കയറിയവർ ആക്ടിവേഷൻ കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ ആരംഭിച്ചു. ഡേവിഡും അവിടുത്തെ ബേസ് ക്യാപ്റ്റനും തമ്മിൽ മുമ്പത്തെ ഒരു കരാറുണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ അടുപ്പമുള്ളവരുമാണ്. ആ സമയം അവിടെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ഫൈറ്റിനിറങ്ങാൻ ഡേവിഡ് ജെ ജെയോട് ആവശ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ബോബിക്കും സോഫിക്കും കൂടുതൽ സമയം വാങ്ങിക്കൊടുക്കലായിരുന്നു ഡേവിഡിന്റെ ലക്ഷ്യം. മനസ്സില്ലാ മനസ്സോടെ ജെ ജെ ഫൈറ്റിനിറങ്ങി. വലിയ ശരീരമൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് നാളായി ഫൈറ്റ് ചെയ്യാത്ത ജെ ജെക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, കുറച്ചുനേരം നീണ്ട ഫൈറ്റിനൊടുവിൽ ജെ ജെ പരാജയപ്പെട്ടു. എന്നിരുന്നാലും ബോബിക്കും സോഫിക്കും അതാവശ്യത്തിനു വേണ്ട സമയം നൽകിയിരുന്നു. ഇതേ സമയം മറുവശത്ത് CIA ഓഫീസിൽ മറ്റുള്ള ഏജന്റുകൾ ഡേവിഡിന്റെയും ജെ ജെയുടെയും അടക്കമുള്ള ആ കോഡുകൾ മോഷ്ടിച്ച വിവരം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു. അവർ ചതിയന്മാരാണ് എന്ന തരത്തിൽ അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഡേവിഡും ജെ ജെയും ഒന്നും പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. കിഡ്നാപ്പേഴ്സ് പറഞ്ഞ മീറ്റിംഗ് പോയിന്റിലേക്ക് വൈകാതെ അവർ ചെന്നെത്തി. സോഫിയും ബോബിയും ദൂരെ നിന്നും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ വെച്ച് ഇത് മുഴുവൻ ട്രാപ്പ്
ട്രാപ്പാണെന്ന് സോഫിക്ക് തോന്നി. അത് മനസ്സിലാക്കി അവർ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഡേവിഡും ജെജെയും കിഡ്നാപ്പേഴ്സിന്റെ കയ്യിലകപ്പെട്ടു. അവർ ബന്ദികളാക്കപ്പെട്ടു. അസാസിനായ ക്രൈനായിരുന്നു അവരെ പിടിച്ചത്തരത്തിൽ ബന്ദികളാക്കിയത്. പിന്നാലെ ക്രൈന്റെ ബോസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബോസിനെ കണ്ട് ഡേവിഡും ജെജെയും ഞെട്ടി. അത് നാൻസിയായിരുന്നു, അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൽ. നാൻസി പിന്നാലെ സംസാരിച്ചു. അവരുടെ ലോകത്തേക്ക് അവർ പോലും അറിയാതെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ വേഷത്തിൽ ഞാൻ കടന്നു കയറി. കൃത്യമായ ആ ബോംബുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ തന്നെയായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചത്. ക്രിസ്റ്റീന അതിന്റെ വിവരങ്ങൾ എടുത്തതും ക്രിസ്റ്റീനയെ കൊന്ന് അത് ഞാൻ കൈവശപ്പെടുത്തി. പിന്നീട് എനിക്ക് വേണ്ടത് കോഡുകളായിരുന്നു. അതിനുവേണ്ടി കൃത്യമായി പദ്ധതിയിട്ടു. കുട്ടികളുടെ കൊയർ ഗ്രൂപ്പിനെ ഇറ്റലിയിലേക്ക് അയക്കുന്നതായിരുന്നു എന്റെ പ്ലാൻ. ബാക്കി നിങ്ങൾക്കും അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഡേവിഡിന്റെ മകനെ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ കോഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിപ്പോൾ കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക്, നിങ്ങളുടെ മകൻ കോളിനെ കൊല്ലില്ലെന്ന്. ശരിയാണ്, ഞാൻ കൊല്ലില്ല, അത് ക്രെയിന്റെ ഡ്യൂട്ടി ആണല്ലോ, അവൻ കൊന്നോളും. നാൻസി ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. പിന്നാലെ ജെജെയുടെ കാലിൽ വിഷം കുത്തിവെച്ച് കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ ഡേവിഡിന്റെ ആവശ്യമുള്ളതുകൊണ്ട് അയാളെയും കൂട്ടി നാൻസിയുടെ സംഘം അവിടെ നിന്ന് പോയി. ജെജെ ശരീരം തളർന്ന് മരണത്തോട് മല്ലിടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജെജെയുടെ പക്കലുണ്ടായിരുന്ന തന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് സോഫി മാഗിക്കൊപ്പം അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ജെജെക്കുള്ള മറുമരുന്ന് ചെയ്തു. അതോടെ ജെജെ രക്ഷപ്പെട്ടു. പക്ഷേ വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. ഡേവിഡ് നാൻസിയുടെ കസ്റ്റഡിയിലാണ്. കോളിൻ കൊല്ലപ്പെടാൻ പോകുന്നു. ജെജെക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. തന്റെ മകൾ സോഫിയെ ആ ദൗത്യം ജെജെ ഏൽപ്പിച്ചു. ഇതേ സമയം ബോബി ആകട്ടെ ക്രെയിന്റെ വാഹനം ട്രാക്ക് ചെയ്തിരുന്നു. മുനിസിപ്പൽ ക്യാമറകൾ ഉപയോഗിച്ച് ആ വാഹനം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ബോബി മനസ്സിലാക്കി. അവരുള്ള വാനുമായി സോഫി അങ്ങോട്ടേക്ക് പാഞ്ഞു. ക്രെയിൻ പക്ഷേ കോളിൻ ബന്ദിയായിരുന്നിടത്തേക്ക് എത്തുന്നതിന് മുമ്പേ കോളിൻ ഒരു തരത്തിൽ തന്റെ കെട്ടടിക്കാൻ സാധിച്ചിരുന്നു. കസേരയിൽ നിന്ന് എഴുന്നേറ്റിയവൻ വിദഗ്ധമായ വീട്ടിൽ നിന്ന് പുറത്തു ചാടി അടുത്തുള്ള സൂര്യകാന്തത്തി തോട്ടത്തിൽ ഒളിച്ചു. പിന്നെ നടന്നതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആയിരുന്നു. കോളിനെ കണ്ടെത്താൻ ക്രേ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഗതികെട്ട ആ ഒരു നിമിഷത്തിൽ കോളിൻ ക്രേയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. ക്രേയെ കൊല്ലാൻ കോളിൻ തോക്കെടുത്തു. പക്ഷേ പെട്ടെന്നായിരുന്നു ജെജെ അങ്ങോട്ടേക്ക് കടന്നെത്തിയത്. ജെജെ ക്രെയിനെ തടഞ്ഞു. പക്ഷേ അവശനായ ബോബിക്ക് ക്രെയിനെതിരെ പൊരുതി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോഫിയും ബോബിയും സ്നൈപ്പർ ഗൺ പ്രയോഗിച്ചതോടെ ഭയന്ന ക്രെയിൻ ഒടുവിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ക്രെയിൻ അങ്ങനെ ഓടിയപ്പോൾ ക്രെയിന്റെ ഫോൺ അവരുടെ പക്കൽ കിട്ടി. കോളിൻ സുരക്ഷിതനാവുകയും ചെയ്തു. പിന്നീട് കോളിനും സോഫിയും സംസാരിച്ചു. കോളിൻ എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടു പോരപ്പെട്ടത് എന്ന സത്യം അവനോട് അവൾ വെളിപ്പെടുത്തി. അവന്റെ അച്ഛൻ CIA ഡയറക്ടറാണ് എന്ന കാര്യം അവനെ അറിയിച്ചു. അതിശയത്തോടെയായിരുന്നു കോളിൻ അത് കേട്ടത്. നിങ്ങൾ ആരാണ് എന്ന ഡേവിഡിന്റെ ചോദ്യത്തിന് നാൻസി മറുപടി പറഞ്ഞു. ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്, വളരെ വലിയൊരു ഓർഗനൈസേഷൻ. അമേരിക്ക ഞങ്ങളുടെ സമ്പത്തുകൾ ഫ്രീസ് ചെയ്തു, കണ്ടുകെട്ടി. മറ്റു വഴിയില്ലാതെ എന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അതിനൊക്കെ ഞാൻ പ്രതികാരം തീർക്കും. കോളിനും സോഫിയും സംസാരിക്കുന്നതൊക്കെ ജെജെ കണ്ടിരുന്നു. പിന്നീട് സോഫിയുമായി സംസാരിക്കുമ്പോൾ ജെജെ ആ കാര്യം പറഞ്ഞു. കാര്യം നീ CIA ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നിനക്ക് അതുമാത്രം കാണാൻ പറ്റിയില്ലല്ലേ. നിന്റെ ഫ്രണ്ട് കോളിൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്ന്. അതിശയത്തോടെയായിരുന്നു സോഫി അത് കേട്ടത്. ഇതേ സമയം ബോബി ക്രെയിനിന്റെ ഫോൺ പരിശോധിച്ചിരുന്നു. റോമിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് ബോബി മനസ്സിലാക്കി. ജെജുടൻ വേണ്ട നിർദ്ദേശങ്ങൾ അവിടുത്തെ പോലീസിലേക്കും മറ്റും നൽകി. അവർ അവിടെത്തി പരിശോധിച്ചു. അവർക്കാകെ കാണാൻ പറ്റിയത് ഒരു ഡീകോയ് ഡിവോയ്സ് മാത്രമായിരുന്നു, അതായത് ഒരു ഫേക്ക് ബോംബ്. സിറ്റുവേഷൻ മുഴുവൻ അതോടെ ജെജെ അനലൈസ് ചെയ്തു. ഒടുവിൽ നാൻസിയുടെ പ്ലാൻ എന്താണ് എന്ന് ജെജെ മനസ്സിലാക്കി. അവരുടെ ലക്ഷ്യം വത്തിക്കാൻ സിറ്റിയാണ്. ചുടൻകൊയർ അരങ്ങേറുന്ന അതേ സ്ഥലം. ചുടൻകൊയർ അരങ്ങേറുമ്പോൾ അവിടെ ബോംബ് വെച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തലാകും നാൻസിയുടെ ലക്ഷ്യം. ജെജെയുടെ ചിന്ത ശരിയായിരുന്നു. നാൻസി അത്തരത്തിൽ പദ്ധതികൾ ഇട്ടിരുന്നു. അവൾ ബോംബ് സ്ഥാപിച്ചു. കുട്ടികളുടെ കൊയർ അരങ്ങേറുകയാണ്. വേൾഡ് ലീഡേഴ്സിന്റെ അടുക്കൽ $50 മില്യൺ നാൻസി ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാം ചുട്ട് ചാമ്പലാക്കും എന്നും ഭീഷണിപ്പെടുത്തി. അവരെ തടയാനായി അവരെ പിന്തുടർന്ന് അവരുടെ ബേസിലേക്ക് ജെജെയും ബോബിയും എത്തിയെങ്കിലും അവർ പിടികൂടപ്പെട്ടു. ക്രെയിൻ ജെജെയെ കണക്കിന് മർദ്ദിച്ചു. കൂട്ടത്തിൽ താൻ ജെജെയുടെ വീട്ടിലേക്ക് കടന്നു കയറിയെന്നും ജെജെയുടെ പ്രിയപ്പെട്ട വളർത്തു ഫിഷിനെ താൻ കൊന്നുവെന്നും അയാൾ പറഞ്ഞു. അത് ജെജെയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. പിന്നീട് അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു.
നീണ്ട ഫൈറ്റിനൊടുവിൽ ക്രെയിനിനെയും മറ്റും ജെ പരാജയപ്പെടുത്തി ഭയന്ന നാൻസിക്ക് അവിടെ നിന്ന് ഓടുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല. നാൻസിയുടെ പിന്നാലെ പോവാൻ ജെ നിന്നില്ല. അവിടെ പ്ലാന്റ് ചെയ്യപ്പെട്ട ആ ബോംബ് നിർവീര്യമാക്കലായിരുന്നു ജെയുടെ ആദ്യത്തെ ദൗത്യം. പക്ഷേ ബോബി അത് അനലൈസ് ചെയ്തു പറഞ്ഞു, ഇത് റിമോട്ട് കൺട്രോൾഡ് ആണ്. റിമോട്ട് ഉള്ളത് ക്രെയിനിന്റെ പക്കലും. അവനെ പിന്തുടർന്ന് പിടിച്ചേ പറ്റൂ. ഇതേ സമയം അവിടെ നിന്ന് പുറത്തു ചാടിയിരുന്ന ക്രെയിൻ വാഹനമെടുത്ത് രക്ഷപ്പെടാൻ ആരംഭിച്ചിരുന്നു. റിമോട്ടും ക്രെയിന്റെ പക്കലാണ്. ഭാഗ്യവശാൽ ക്രെയിനെ ഫോളോ ചെയ്യാൻ ജെയ്ക്ക് ഒരു മോട്ടോർ സൈക്കിൾ കിട്ടി. പിന്നെ നടന്നത് ഒരു ചേസ് ആയിരുന്നു. ഇതേ സമയം മറുവശത്ത് കൊയർ ഗ്രൂപ്പിന്റെ അടുത്തുണ്ടായിരുന്ന സോഫി ആകട്ടെ സംശയമുളവാക്കുന്ന രീതിയിൽ 2 ഗാർഡുകളെ കണ്ടു. അവരെ ഫോളോ ചെയ്തതും അവർ നാൻസിയുടെ ആളുകളാണെന്ന് സോഫിക്ക് മനസ്സിലായി. കോളിനും റയാനും അവളുടെ പിന്നാലെ വന്നിരുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നു. റയാൻ പേടിച്ചോടി. കോളിൻ ആദ്യം മടിച്ചു നിന്നെങ്കിലും സോഫിയെ കുറച്ച് സഹായിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും സോഫി ഒറ്റയ്ക്ക് തന്നെ അവരെ മലർത്തിയടിച്ചിരുന്നു. ഇതേ സമയം മറുവശത്താകട്ടെ നാൻസിയെ ഫോളോ ചെയ്ത് ഡേവിഡ് ഒരു ചർച്ചിന്റെ അകത്തേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും കനേലിയും മറ്റൊരു ഏജന്റും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ ഡേവിഡ് ചതിയനാണെന്ന് പറഞ്ഞ് ഡേവിഡിന് നേരെ തോക്ക് ചൂണ്ടി. ഡേവിഡ് കാര്യങ്ങൾ വിശദീകരിച്ചു. താൻ ചതിയനല്ല, വേഗത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഇതേ സമയം ഇറ്റാലിയൻ തെരുവിൽ നടന്ന ചേസിനൊടുവിൽ ജെ ക്രെയിനെ തടഞ്ഞു നിർത്തിയിരുന്നു. പക്ഷേ താഴെ വീണ ജെയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി ക്രെയിൻ നടന്നു വന്നു. വെടിയുതിർക്കാൻ ക്രെയിൻ ആരംഭിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്ന സോഫിയറിന്റെ കത്തികൾ ക്രെയിന്റെ ശരീരത്തിൽ കുത്തിക്കയറി. ക്രെയിൻ താഴെ വീണു. അപ്പോഴേക്കും ക്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നിരുന്ന വാഹനം അടുത്ത ജലാശയത്തിലേക്ക് വീണിരുന്നു. ക്രെയിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അതിൽ റിമോട്ടില്ല. വാഹനത്തിനകത്തുണ്ടാകും എന്ന് ചിന്തിച്ച ജെ ആ ജലാശയത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ ഒരുപാട് നേരം ശ്വാസം പിടിച്ചു നിൽക്കാൻ ജെയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. റിമോട്ട് എടുക്കാൻ സോഫിയും ജെയെ സഹായിച്ചു. ഒടുവിൽ ജെ ബോധരഹിതനായി. ഭാഗ്യവശാൽ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് അത് തടയുവാൻ ബട്ടണിൽ പ്രസ് ചെയ്യുവാൻ ജെയ്ക്ക് സാധിച്ചിരുന്നു. ജെ പിന്നീട് രക്ഷപ്പെടുത്തപ്പെട്ടു. ഇതേ സമയം രക്ഷപ്പെട്ട നാൻസി തെരുവിലേക്ക് എത്തിയിരുന്നു. കോളിന് മുമ്പിലേക്കാണ് നാൻസി എത്തപ്പെട്ടത്. തന്റെ അമ്മയാണ് നാൻസി എന്ന മട്ടിൽ കോളിൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് സംസാരിച്ചു. തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന പീഡകയായിട്ടുള്ള അമ്മ. അതോടെ അവിടുത്തെ നാട്ടുകാർ തന്നെ ഇത്രയും ദുഷ്ടയായ സ്ത്രീയെ നേരിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വരികയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഡേവിഡും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. നാൻസി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാം ഒന്ന് ശാന്തമായി അവസാനിച്ചു. പാരാമെഡിക് വന്ന് ജെയുടെ ജീവൻ സംരക്ഷിച്ചിരുന്നല്ലോ. അയാൾ ജെയോട് സോഫി നിങ്ങളുടെ ആരാണെന്ന് തിരക്കി. തന്റെ അച്ഛനാണെന്ന് പറഞ്ഞത് സോഫിയായിരുന്നു. സോഫി തന്നെ അങ്ങനെ അംഗീകരിച്ചപ്പോ ജെയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു. സന്തോഷം തോന്നി. പിന്നീട് എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോ സോഫി കോളിനുമായി സംസാരിച്ചു. തന്റെ കൂടെ ഡാൻസ് പാർട്ടിക്ക് സോഫി കോളിനെ ക്ഷണിച്ചു. അവനുമായി ഒരു ചുംബനം പങ്കുവെച്ചു. ഇതെല്ലാം രഹസ്യ ക്യാമറയിലൂടെ ഡേവിഡും ജെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജെ പറഞ്ഞു, അവരിപ്പോ വലിയ കുട്ടികളായി, ഇനി നമ്മുടെ നിരീക്ഷണമൊന്നും വേണ്ട, അവർക്കും കുറച്ച് പ്രൈവസി കൊടുത്തേക്കാം. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.